നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെ എത്തിയാ മതി. ഓക്കെ. എഴുന്നേൽക്ക്. ഫ്രഷ് ആവണമെങ്കിൽ പോയി ഫ്രഷ് ആവും. മെഡിക്കലിന് കൊണ്ടുപോവാ. അത് കഴിഞ്ഞ് കോടതിയിലേക്കാവും. അതെന്താ എത്ര പെട്ടെന്ന്? 4 മണിയെന്നല്ലേ പറഞ്ഞ? അതൊക്കെ SI സാറിനോട് ചോദിക്കണം. ആദ്യം പറഞ്ഞനുസരിക്കുന്നു. വരൂ, വാ. ഓക്കെ ഓക്കെ. പണി ആയാലോ രഘു? എന്തുപറ്റിങ്ങള്? ആരാ വിളിച്ചേ? ശ്രീവത്സനാ. അവൻ ഇനി കോടതി പോയിട്ട് കാര്യമില്ലെന്ന്. അതെന്താ? അനുപമയ്ക്കെതിരെ സുശീല പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ജാമ്യം കിട്ടാൻ പ്രയാസോ? അല്ല, അതങ്ങനെ നമ്മളിവിടെ തന്നെ നിൽക്കുകയല്ലേ. ആ സ്ത്രീ ഇവിടെ വന്നിട്ടില്ലല്ലോ. അവരാരുടെയോ സഹായത്തോടെ ഇമെയിൽ അയച്ചിരിക്കുക. ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് സർ. അല്ലാതെ അമ്മയ്ക്ക് പരാതി മെയിൽ അയക്കാനൊന്നും അറിയില്ല. അമ്മയ്ക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു വക്കീലിന്റെ സേവനം തേടിയാലും പോരെ എന്തിനാ? പ്രതികൾക്ക് മാത്രമല്ലല്ലോ, വാദികൾക്കും വക്കീലിനെ വയ്ക്കാം. വാ വാ. ശ്രീവത്സ സാർ വിളിച്ചല്ലോ അല്ലേ? വിളിച്ചു. ഇത് വലിയ ചതിയായി പോയല്ലോ. ഞാനിത് പ്രതീക്ഷിച്ചതാ. അനുപമയെ കസ്റ്റഡിയിലെടുക്കാൻ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്ന ലേഡി തന്നെയാണ് ഈ പരാതി മെയിൽ അയച്ചതിന്റെ പിന്നിലും. ആരാണ് സർ? ഹർഷ എന്നാണോ അവളുടെ പേര്? അതെ, ഹർഷ തന്നെ. മെയിൽ അയച്ചത് അവരുടെ ഐഡിയിൽ നിന്നാണെങ്കിലും സുശീല സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട പരാതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. സർ, കോടതിയിൽ ഹാജരാക്കിക്കോളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ പ്രകാരം 4 മണി വരെ ഒരു സമയം അനുവദിച്ചൂടെ? അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്തിനാ? അഡ്വക്കേറ്റ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കേ. മെഡിക്കൽ കഴിഞ്ഞ് കോടതിയിൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് അത്രയൊക്കെ സമയമാവും. അപ്പോ ശരിയെന്നാ. ശരി, ഓക്കെ. സത്യത്തിൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സാർ. അവർ രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ട്. ആ സ്ഥിതിക്ക് ആ മെയിൽ ഇവിടെ നിന്ന് തന്നെ വന്നതായിരിക്കാനാണ് സാധ്യത. ഓക്കെ, അത് അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. എന്തായാലും അവർ ജയിച്ചു രവി. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞേക്ക്. പതുക്കെ ഹർഷേ. രവിയേട്ടൻ ഊണ് കഴിച്ചോ? ഞങ്ങള് ഓരോന്ന് പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ കുറെ നേരം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കാണാതായപ്പോ ഞാനങ്ങ് കഴിച്ചു. നിങ്ങൾക്ക് ഇനിയും സമാധാനമായിട്ട് കഴിക്കാമല്ലോ. ചർച്ചയൊക്കെ വിജയിക്കുകയും ചെയ്തല്ലോ. ആ ഒരു സന്തോഷം രണ്ടുപേരുടെ മുഖത്ത് കാണാനുമുണ്ട്. അതെന്താ രവിയേട്ടൻ അങ്ങനെ പറഞ്ഞേ? ആന്റി എപ്പോ എന്നെ കാണാൻ വന്നാലും എനിക്ക് സന്തോഷം തന്നെയല്ലേ. അതെനിക്കും അങ്ങനെ തന്നെയാ രവി. ഹർഷയോട് അല്പനേരം സംസാരിച്ചിരുന്ന മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം അത്. അല്ല, മനസ്സുകൾ തമ്മിലുള്ളൊരു ഐക്യമാണ് രവി അത്. ഐക്യം കൊണ്ട് മാത്രമല്ല ആൻറ്റി, അത് രണ്ടുപേരുടെയും ചിന്തയും ലക്ഷ്യവും ഒന്നായതുകൊണ്ട് കൂടിയാ. അങ്ങനെയുള്ളവർ ഒരുമിച്ചാ ഏത് വലിയ പ്രശ്നവും എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഫുഡ് പോയ്സന്റെ ഉത്തരവാദിത്വം ഇന്ദ്രൻ ഏറ്റെടുത്തിട്ടും ഇവിടെ ഇരുന്നുകൊണ്ട് അനുപമയെ പ്രതിയാക്കാൻ നിങ്ങൾക്ക് പറ്റിയത്. അപ്പോ അനുപമ പ്രതിയായോ? ഫേക്ക് ന്യൂസ് ഒന്നും അല്ലല്ലോ, കൺഫേം തന്നെയല്ലേ രവിയേട്ടാ? അല്ല, ഓൺലൈൻ ന്യൂസ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല,
വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിവരം തന്നെയാ. സുശീല ആന്റിയുടെ പരാതിയിൽ അനുപമയെ ഉടനെ കോടതിയിൽ ഹാജരാക്കും. ഓ ഈശ്വരാ, ഓ ഇപ്പോഴാ വിഷം ചെന്ന വയറൊന്ന് തണുത്തത്. ഹ, അവളെ ജയിലിൽ കിടക്കണം രവി. അത്രയ്ക്ക് വലിയ പാതകമല്ലേ അവള് ചെയ്തത്. അനുപമ ആഹാരത്തിൽ വിഷം ചേർത്തു എന്ന് അവളെ അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. ആന്റി പറഞ്ഞതുകൊണ്ട് ഞാനും അത് വിശ്വസിക്കുന്നില്ല. അത് ചിലപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസമാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ അമ്മയെ ജീവന തുല്യം സ്നേഹിച്ച ഇന്ദ്രൻ എന്തുകൊണ്ടായിരിക്കും അമ്മയെ വിശ്വസിക്കാതെ അനുപമയുടെ കൂടെ നിന്നത്? ആര് പറഞ്ഞു അവൻ അമ്മയെ വിശ്വാസമില്ലെന്ന്? അനുപമ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇന്ദ്രൻ ആരോടെങ്കിലും പറഞ്ഞോ? അവള് ചെയ്ത കുറ്റം അവൻ ഏറ്റെടുക്കുകയല്ലേ ചെയ്തുള്ളൂ. അത് ചിലപ്പോ അവളെ ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതായിരിക്കും. പക്ഷേ എന്റെ മോനെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കോ രവി? എന്റെ ഉത്തരവാദിത്വേ ഹർഷയുടെ സഹായത്തോടെ ഞാനും അങ്ങ് ചെയ്തു എന്ന് വിചാരിച്ചോ? രവിയേട്ട, ഇപ്പോ രവിയേട്ടന്റെ ടെൻഷൻ എന്താ? യഥാർത്ഥ കുറ്റവാളി നിയമത്തിനും മുമ്പിൽ വന്നപ്പോ നിരപരാധിയായ ഇന്ദ്രൻ രക്ഷപ്പെട്ടില്ല രവിയേട്ട. രവിക്ക് ഇന്ദ്രനോടുള്ളതിനേക്കാൾ അടുപ്പം അനുപമയോടല്ലേ? അപ്പൊ പിന്നെ അവള് ജയിലിൽ പോകുമ്പോ രവിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുവോ? എന്തടുപ്പം ഉണ്ടെങ്കിലും കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടണ്ടേ രവിയേട്ട? പിന്നെ അത് വേണം. ഇവിടെ കുറ്റം ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ നിന്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കംപ്ലൈന്റ് ഒരു നിരപരാധിയെ ശിക്ഷിക്കാനുള്ളതായിരുന്നുവെന്ന് എന്നെങ്കിലും ഒരിക്കൽ തെളിഞ്ഞാൽ അന്ന് നീ വീട്ടിൽ നിന്നിറങ്ങി ഇവരോടൊപ്പം പൊയ്ക്കോണം. സുശീലേ, ഞാൻ കാത്തു വെക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെയും ജോലിയുള്ളതാ. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അങ്കിള്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്കാം, ഒന്നുകൂടെ നോക്ക്. മകളെ ഒരു വരുന്നുണ്ട്. വാ സർ. ഇന്ദ്ര, സത്യനെ ശ്യാമിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. രഘു അങ്കിൾ ഇവിടെ നിന്നാ മതി. അവരിങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. ആ തെളിവുകൾ കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. അത് ഞങ്ങൾ നോക്കിക്കോളാം. എന്തിനാ അഡ്വക്കേറ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.